ഈ മടിത്തട്ടിലോ? ഈ തമാശയ്ക്ക് പോയി ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്. അവര് സ്നേഹം കാണിക്കാൻ വേണ്ടി അവരെ മടി വെച്ച് നിന്നെ കഴുത്ത് ധരിച്ച് കൊല്ലും കേട്ടാ. പറ കാര്യം പറയണി. അച്ഛാ, ഇങ്ങനെ പാപ്പനായിട്ട് വന്ന സമയത്ത് എന്നെ കണ്ടും കൈയും ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നെ ഇട്ടെറിഞ്ഞിട്ട് ഞാൻ ഇട്ടെറിഞ്ഞിട്ട് എല്ലാം വിട്ടു പോന്നതാ അച്ഛാ. എന്നിട്ട് ഇപ്പൊ എന്നെ ഇട്ട് പേടിപ്പിക്കുന്ന അച്ഛാ. നീ ഉള്ളതല്ല ഇട്ടെറിഞ്ഞിട്ടിങ്ങ് വന്ന എടാ സാമദ്രോഹി. എന്നിട്ട് നീ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. എന്ത്? ഈ പണക്കാരി കൊച്ചാണെന്ന്. പണക്കാരി കൊച്ചോ? പിന്നെ അവള് പറഞ്ഞല്ലോ ഉള്ളതല്ല ഇട്ടെറിഞ്ഞിട്ടാണ് വന്നേന്ന്. വാഴക്കറ പറ്റിയ 3 നൈറ്റി അത് വലിച്ചെറിഞ്ഞേച്ച് പോകുന്ന കാര്യം വെളിയിൽ പറയണത്. അതാണ് ഇവക്കടെ സമ്പാദ്യം. അപ്പൊ പണക്കാരിയല്ല കൃഷിക്കാരിയാണല്ലേ? കൃഷിക്കാരിയല്ലാന്നേ. പിന്നെ ലോറിയിലേക്ക് വാഴക്കൊലയുടെ ലോഡ് കയറ്റും ഈ നൈറ്റി ഇട്ടുണ്ട്. ആ കറ പറ്റിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അച്ഛാ, അങ്ങനെയാണെങ്കിൽ 1ാം സ്ഥാനം എനിക്ക് തന്നെ ഞാൻ തന്നെ അച്ഛൻ പിടിക്കും. അച്ഛൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ എനിക്ക് എന്തുമാത്രം ട്രോഫിയാണ് കിട്ടിയെന്ന് അറിയാമോ? തന്നെ അച്ഛാ, ഞങ്ങള് കുടുംബപരമായിട്ട് സ്പോർട്സിലല്ലേ കഴിവ് തെളിയിച്ചിട്ടുള്ളത്. അയ്യോ, എന്റെ അമ്മ നല്ലൊരു ഓട്ടക്കാരിയായിരുന്നു. പിന്നെ ഭയങ്കര ഓട്ടക്കാരാ. ഫേമസ് ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാൽ മതി. ഇപ്പൊ തന്നെ വീട്ടിൽ പക്ഷെ ഞാൻ ഹൈ ജമ്പിലാണ് എന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്. ഹൈ ജമ്പ്. അച്ഛാ, ഹൈ ജമ്പ് എന്ന് പറഞ്ഞാലേ 2 കമ്പെടുത്ത് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് നടുക്കൊരു കമ്പ് വെച്ചിട്ട് അതിന്റെ മണ്ടേ കൂടെ എടുത്ത് അങ്ങ് ചാടും. അത് ഞങ്ങളുടെ നാട്ടിൽ വേലയാട്ടോ എന്ന് പറയും. ഈ 7-7.5 അടി പൊക്കോളം മതിലില്ലേ, അവക്കടെ വീട്ടിൽ നിന്ന് ഒരു കമ്പ് കൊടുത്തിട്ട് ഓടി വന്ന് കുത്തി ചാടിയത് ഞാൻ കിടക്കുന്ന റൂമിലായി പോയി. നേരെ അതെന്റെ തലയിലും ആയി പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. ഭഗവാനെ, എന്റെ റൂമിലാവാത്ത ഭാഗ്യം. അല്ലെങ്കിൽ എന്റെ തലയിൽ ഇരുന്നേനെ. അപ്പൊ ഞാൻ ചാട്ടക്കാരിയല്ലേ? ഞാൻ ചാട്ടക്കാരിയല്ലേ? ഇന്ന് എല്ലാരും ഞാൻ വെച്ച ആഹാരം ഇന്ന് വേഷത്തിനാണ്. എനിക്കൊന്ന് കാണണം. ഞാൻ ഇന്ന് അടുക്കള കയറുന്നില്ല. ഇവളുണ്ടെന്ന് വെച്ചുണ്ടാക്കി ഇവളൊന്ന് വെച്ചുണ്ടാക്കി നീ കയറണ്ടറി. എന്താ പറഞ്ഞ? ഇവള് വെച്ചുണ്ടാക്കി തരുമെന്ന്. ഞാനാ? അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ പാചകം ചെയ്ത് വേലക്കാരിയായിട്ട് നിങ്ങൾ ആരും തിന്നണ്ട.